ഹലോ യൂട്യൂബ്. അപ്പോൾ 2K ട്രാവലറിൻ്റെ മറ്റൊരു കിട്ടിക്കാച്ചി എപ്പിസോഡ് എല്ലാവർക്കും സാധനം കേട്ടോ. ഇപ്പോൾ പപ്പയും അമ്മയും ഉണ്ട്. അമ്മുവാണ് ക്യാമറ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഓണത്തിൻ്റെ സെലിബ്രേഷനാണ് കേട്ടോ. തിരുവോണമാണ്. നമ്മൾ രാവിലെ പൂക്കളം ഇടുന്നതാണ്. നമ്മൾ പൂക്കളം ഇട്ടിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൂക്കളം ഇന്ന് ഉച്ചയ്ക്കാണ്. പൂക്കളവും സദ്യയും കൂടെ നമ്മൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. അതായത് ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഹെവി വെറൈറ്റി. ഇതുവരെ നിങ്ങൾ ആരും കണ്ടിട്ടില്ലാത്ത കൂടെ ഒരു ഓണം വെറൈറ്റിയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അല്ലേ അപ്പ? അപ്പോൾ നമുക്ക് നേരെ ഡയറക്റ്റായിട്ട് അതിനകത്തോട്ട് പോയേക്കാം. അപ്പോൾ ചാനൽ കാണുന്ന എല്ലാവരും മറക്കാതെ പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേര്. ആ ബെൽ ബട്ടനും കൂടെ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസ് എല്ലാം ഇങ്ങനെ പറന്ന് നിങ്ങളുടെ അടുത്തോട്ട് എത്തിക്കണം കേട്ടോ. അപ്പം നമുക്കിത് നമ്മുടെ വാഴയിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മുടെ സദ്യ അങ്ങ് വിളമ്പണം. അതായത് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പൂക്കള സദ്യ അങ്ങനെ പറഞ്ഞു. അപ്പം നമ്മുടെ പൂക്കളവും സദ്യയും ഒരുമിച്ചാണ്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. ഇതിൻ്റെ പേരെന്താണെന്ന് ഇടുന്നതെന്ന് എനിക്കും അറിയില്ല. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഞാൻ അന്നേരം ഈ വീഡിയോയ്ക്ക് പേര് മാറ്റിയിട്ടുള്ളൂ. ഇപ്പോൾ ഇനി തൽക്കാലം പൂക്കളോ സദ്യ എന്നിടും. നമുക്ക് വിളമ്പാം. ഞാനിപ്പോൾ ചോറ് വിളമ്പാണ്. ഞാൻ ഡിസൈൻ പാറ്റേൺ ഒന്നും പറയുന്നില്ല. അത് പപ്പ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ലാസ്റ്റ് കേട്ടോ. ഇത് നമ്മുടെ ക്യാരറ്റും ക്യാബേജും കൂടെ ചേർത്തുള്ളൊരു തോരനാണ്. നമ്മുടെ പച്ചടിയാണ് കേട്ടോ. പച്ചടി ഡിസൈനെ പറ്റി ഒന്നും നിങ്ങൾ ഇപ്പോഴത്തെ ബേജാറാകേണ്ട പോയ അവസാന സംഭവം സെറ്റായിരിക്കും. ഇത് നമ്മുടെ ബീട്രൂട്ട് കിച്ചടിയാണ്. ബീട്രൂട്ട് കിച്ചടി പപ്പയും അമ്മയും ഇന്ന് വെളുപ്പിന് 3 എണീറ്റതാണ്. നമ്മുടെ ബീൻസ് മെഴുക്കുവരട്ടി സംഭവം നല്ലൊരു വെറൈറ്റി ആയിട്ടുണ്ടല്ലേ. നമ്മുടെ ഇഞ്ചി കറിയാണ് കേട്ടോ. ഇത് ബീൻസ് തോരനാണ്. ബീൻസ് മെഴുക്കുവരട്ടിയെ ബീട്രൂട്ട് മെഴുക്കുവരട്ടിയാണ് കേട്ടോ. ഉള്ളിത്തീയല് അവസാനം നമുക്ക് എല്ലാവരുടെയും ഫേവറേറ്റ് ആയ അവിയല്. നാരങ്ങ അച്ചാർ ഇടാവേ. ഇപ്പഴമുണ്ടല്ലോ, ഞാനിപ്പം പഴമാണ്. അതിൻ്റെ മേൽഭാഗത്ത് ഒരു പൊളിച്ച് കഴിഞ്ഞിട്ട് വെക്കുവേ. നമ്മൾ റൗണ്ട് സെറ്റാകും കേട്ടോ. ഞാനിപ്പം പഴം ഇങ്ങനെ പൊടിച്ച് റൗണ്ട് സെറ്റാക്കും. എന്നിട്ട് അതിൻ്റെ മേലെ വേണം നമുക്ക് പായസത്തിൻ്റെ ആ ഒരു ചെറിയ തട്ട് വെക്കാം. നമുക്ക് ചിപ്സ് വെക്കാം. ചിപ്സും അതായത് വാഴയ്ക്ക വറുത്തതും ചക്കച്ചുളയും പിന്നെ നമ്മുടെ ശർക്കര വരട്ടിയും പപ്പടം വെക്കുവാണ്. ഒഴിക്കാനാട്ടോ. നമുക്ക് പായസം നടുക്ക് തട്ട് വെച്ച് തട്ടിനകത്തോട്ട് പായസം കോരിയിട്ടു. നല്ല അടിപൊളി അട്ടപ്രഥമൻ പായസമാണ് കേട്ടോ. നല്ല ഗോതമ്പട വെച്ചുണ്ടാക്കിയ അടിപൊളി അട്ടപ്രഥമൻ. നമുക്ക് ഇരുന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ചിപ്സ് വെച്ച് കൊടുക്കാം സൈഡിൽ. ആ പാത്രത്തിൻ്റെ അതിൽക്കൂട്ടൊന്ന് മാറി കിട്ടും. നടക്ക് 2 ശർക്കര കുത്തി വെക്കുന്ന അവിടെ സാമ്പാർ കേട്ടോ. കുറച്ചേ ഞാൻ ഒഴിക്കുന്നുള്ളൂ. കുറച്ചേ ഞാൻ ഒഴിക്കുന്നുള്ളൂ, കാരണം ഇലയിട്ട് ഒഴുകിപ്പോകും.
നിനക്ക് നല്ല കഴിവുണ്ട് ഗായ്സ് നിങ്ങൾ കണ്ടോ, ഞാൻ എന്താ ഞങ്ങളുടെ വീട്ടിലൊരു വെറൈറ്റി ഹെവി വെറൈറ്റി ആയിട്ട് അത്തപ്പൂക്കളം ഞങ്ങൾ ഇട്ടില്ല. അത്തപ്പൂക്കളത്തിന് പകരം സദ്യ അങ്ങ് അറേഞ്ച് ചെയ്യും, അത്തപ്പൂക്കളം പോലെ. ഇതേ പപ്പ സിമ്പിളായിട്ടും ഒന്ന് സ്പീഡായിട്ടും പപ്പ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരും എന്തൊക്കെ കറികളാണ്, എങ്ങനെയാണ് സംഭവം എന്നൊക്കെ. ഇനി നമ്മുടെ ഓണസദ്യയും അത്തപ്പൂ എല്ലാം കൂടെ കൂടി ഞങ്ങൾ ഒരേ രീതികളിൽ അങ്ങ് സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. മഴയും കാര്യങ്ങളൊക്കെ പേടിച്ചിട്ടൊക്കെ ആണെങ്കിലും ഒക്കെ എന്നാലും ഇത്രയും സാധിച്ചല്ലോ. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഫാമിലിയുടെ ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു. സാധാരണ നമ്മുടെ സദ്യക്ക് ചെയ്യുന്ന മാതിരി തന്നെ ആദ്യമേ ഉപ്പ് വിളമ്പി, അത് കഴിഞ്ഞ് ഞങ്ങളുടെ അച്ചാർ മുതൽ ഓരോ കറികളും നിരത്തി വിളമ്പി അതിൻ്റെ ഔട്ടറിൽ നമ്മൾ റൈസ് വെച്ച് കഴിഞ്ഞ് ഫില്ല് ചെയ്തു. പിന്നെ പല കളറിലും പല വെറൈറ്റിയിലുള്ള എല്ലാവിധ കറികളും വെച്ച് കളർഫുള്ളാക്കി, അതായത് ഒരു അത്തപ്പൂവിൻ്റെ ആ മോഡലിൽ വേണമെങ്കിൽ പറയാം. ശരിക്കും അതേമാതിരി ഷോയാക്കി അതിൻ്റെ ഔട്ടറിൽ തന്നെ പപ്പടങ്ങൾ വെച്ചു. പിന്നെ ആദ്യത്തെ നമ്മുടെ എല്ലാ കേരളീയരും ഇഷ്ടപ്പെടുന്ന ആയുധ അവിയൽ, ഇത് ഉള്ളിത്തീയൽ, ഇത് ക്യാരറ്റ് ബീൻസ് ക്യാബേജ് തോരന്, ക്യാബേജ് ഒരു മിക്സഡ് തോരൻ, അതിലും എല്ലാ വെജിറ്റബിൾസും ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ വെള്ളരിക്ക പച്ചടി, ഇത് ബീറ്റ്റൂട്ട് കിച്ചടി, ഇത് ബീൻസ് മെഴുക്ക് പുരട്ടി, ഇത് ഇഞ്ചി തീയൽ. നമ്മുടെ 101 കറി എന്ന് പറയുമ്പോഴത്തേന് ഇഞ്ചിയാണല്ലോ മെയിനായിട്ട് വരുന്നത്. 101 കറി എന്നാണ് ഇഞ്ചിക്ക് പറയണത്. 101 കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചി ചേർത്താൽ 101 കറി എന്നാണ് പഴയ കാരണന്മാരുടെ ശാസ്ത്രം അങ്ങനെയാണ്. അപ്പോൾ ഇഞ്ചിക്കറി, പിന്നെ ബീൻസ് തോരൻ, ബീറ്റ്റൂട്ട്, ചോറിൻ്റെ സൈഡിൽ കംപ്ലീറ്റ് സാമ്പാർ. അപ്പം ഞങ്ങൾ 4 പേരല്ലേ, ഞങ്ങളുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ 4 പേരേ ഇപ്പം നിലവിൽ ഇവിടെ ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് 4 പേർക്കും 4 സൈഡിലിരുന്ന് കഴിക്കാവുന്ന രീതിയിലാണ് നമ്മളിത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഇപ്പോൾ റൈസിൻ്റെ മുകളിൽ നമ്മൾ സാമ്പാർ ആഡ് ചെയ്തു, കാച്ചിമോരുണ്ട്, സാമ്പാർ, പിന്നെ ചിപ്സ് ഉണ്ട്, കാച്ചിമോര് എല്ലാം വെച്ച് എല്ലാം സെറ്റപ്പാക്കി. സെൻട്രലിൽ പായസവും, അടപ്രഥമനാണ് പായസം ഉണ്ടാക്കിയ കേട്ടോ. പായസത്തിനോട് ഡെക്കറേറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഈ ചിപ്സ് വെച്ചത് ക്ലിയർ ചെയ്തത്. പിന്നെ പഴമുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ തിരുവോണം നാളിൽ എല്ലാ നമ്മുടെ കേരളീയരും എല്ലാവരും വളരെ സന്തോഷമായിട്ട് നമ്മൾ തിരുവോണം അതേമാതിരിയാണ് എല്ലാവരും നമ്മൾ ആസ്വദിക്കുന്നതും സന്തോഷിക്കുന്നതും എല്ലാ കാര്യം കൊണ്ടും ഭയങ്കര ഇതാണ്. പക്ഷേ ഈ കൊറോണ അതിൻ്റെ പേരിൽ നമ്മുടെ TPR ഒക്കെ ഇന്നലെയൊക്കെ സംബന്ധിച്ചുകൊണ്ട് വളരെ കൂടുതലല്ലേ. അതിൻ്റെ പേരിൽ ഫാമിലിയിലുള്ള ആരെയും ഇതിലേക്ക് വിളിച്ചില്ല, എങ്ങും വെളിയിലേക്ക് പോകാനും പിടിക്കാനും അവരെ ക്ഷണിക്കാനും പോയില്ല. അതുകൊണ്ട് ഉള്ളതുകൊണ്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ സുഭിക്ഷമായ തിരുവോണം എല്ലാവർക്കും വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുക്കി. നിങ്ങൾക്ക് എല്ലാവരും ഇത് കാണണം. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മുടെ ചാനലിൽ അംഗമാകണം. എല്ലാവർക്കും ഒരു പ്രത്യേക ഇതാണ് നമ്മുടെ പ്രത്യേകിച്ച് ഇന്നോ തിരുവോണമായതിൻ്റെ പേരിൽ എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി എൻ്റെ തിരുവോണ ആശംസകൾ, ഹൃദയത്തിൽ നിന്നുള്ള തിരുവോണ ആശംസകൾ. അപ്പോൾ ഗൈസ് നമ്മുടെ സദ്യ, അതായത് പൂക്കള സദ്യ റെഡി ആയിട്ടുണ്ട്. ഫാമിലിയുള്ള എല്ലാവരും ഉണ്ട്. ഞങ്ങൾ പുറത്തുനിന്നുള്ള ആൾക്കാരെ ആരും ക്ഷണിച്ചിട്ടില്ല. സാധാരണ ഓണക്കാലത്ത് നമ്മുടെ റിലേറ്റീവ്സ് എല്ലാം വരാറുള്ളതാണ്. നമ്മളെല്ലാവരും കൂടെ ഒത്തൊരുമയാണ് ഓണം ആഘോഷിക്കാറ് അടിപൊളിയായിട്ട്. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ പോകാൻ പറ്റില്ല. കാരണം നമ്മുടെ കൊറോണയുടെ ഇഷ്യൂ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 17 സംതിങ് ഉണ്ടായി TPR അല്ലേ. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും 2K ട്രാവലറിൻ്റെ ഒരു അടിപൊളി ഹാപ്പി ഓണം ഗൈസ്. അപ്പോൾ അതെ നമ്മുടെ പൂക്കള സദ്യ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 4 പേർക്കാണ് കഴിക്കാനുള്ളത്. അപ്പോൾ വീഡിയോ ആരെങ്കിലും ഷൂട്ട് ചെയ്യണ്ടേ? വീഡിയോ ആരെങ്കിലും ഷൂട്ട് ചെയ്യാതെ നിങ്ങളത് കാണിക്കാൻ പറ്റുള്ളൂ. അതിൽ ആദ്യമേ പപ്പയും അമ്മയും കഴിക്കട്ടെ. അതിനുശേഷം ഞാനും അമ്മവും ദൈവത്തിൽ 2 സീറ്റുണ്ട് വേറെ, അവിടെ എനിക്കും അമ്മനുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഇവർ 2 പേരും ഹാപ്പി ആയിട്ട് ആദ്യമേ കഴിക്കട്ടെ. അതിനുശേഷം ഞങ്ങളോട് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പം സ്റ്റാർട്ട് ചെയ്തു. ഹാപ്പി ഓണം. എങ്ങനെയുണ്ട് അപ്പം സദ്യനെ പറ്റി എന്താണ് അഭിപ്രായം?
എന്താ ഒന്നും പറയാനില്ല, എല്ലാം തകർത്ത് ഭംഗിയായിരുന്നു. സദ്യ എല്ലാം കഴിച്ചു നോക്കിയപ്പോൾ എന്നും ഓണമായിരുന്നു, എന്ത് ഭാഗ്യവാനായിരുന്നു ഞാനങ്ങ് ചിന്തിച്ചു പോകുമായിരുന്നു. അപ്പോൾ ഗൈസ് കേട്ടല്ലോ, പപ്പ പറഞ്ഞ കേട്ടല്ലോ, എല്ലാ ദിവസവും ഓണമായിരുന്നെങ്കിൽ അത് അടിപൊളിയായിരിക്കും. അതെ, പപ്പയും അമ്മയും കഴിക്കാൻ തുടങ്ങി. ഇനിയിപ്പോൾ അമ്മയോട് ചോദിക്കാം. നല്ല സദ്യ. മഴ വരുന്നുണ്ട്, അതിന് മുമ്പ് കഴിച്ചു തീർക്കണം കേട്ടോ. അപ്പോൾ ഹാപ്പി ആണോ? എന്നാ സാമ്പാർ ഇഷ്ടോടെ ഇങ്ങനെ വെച്ചേ. അമ്മു സാമ്പാർ എടുത്ത് വെച്ച് കൊടുക്കടി. സാമ്പാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പശുത്തൊരു സാധനം. എന്നാന്ന് വെച്ചാൽ സമീകൃത ആഹാരമെന്ന് ഇതിന് പറയും. അത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവിധ പച്ചക്കറികളും എല്ലാവിധ പരിപ്പും ഇതെല്ലാം ചേർന്ന് കായം മുതൽ കടുവ് മുതൽ സർവ്വ സാധനങ്ങളും ചേർന്ന് ഉണ്ടാക്കുന്ന സമീകൃത ആഹാരമാണ് ഈ സാമ്പാർ. സാമ്പാർ എല്ലാ മനുഷ്യന് ഊണുണ്ടോ സാമ്പാർ വേണം. കഴിച്ച അപ്പോൾ അമ്മൂനെയും ഞാൻ കഴിക്കാൻ വിട്ടു കേട്ടോ. ഇനിയിപ്പോൾ എനിക്കൂടെ കഴിച്ചാൽ മതി. പക്ഷെ നിങ്ങളെ കാണിക്കാൻ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. ഇതേപോലെ ഹാപ്പി ഫാമിലിയാണ് ഞങ്ങളുടേത്. അപ്പോൾ 2K ട്രാവലർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലോ സബ്സ്ക്രൈബ് ചെയ്തത്. വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ പോലും ചിന്തിച്ചിട്ടില്ലാത്ത രീതിയിൽ ഞങ്ങൾ പൂക്കൾ സദ്യ ഉണ്ടാക്കി. അത്തപ്പൂവായിട്ട് ഞങ്ങൾ ഇട്ടിട്ടില്ല. അത്തപ്പൂവിന് പകരം ഞങ്ങൾ ഇത് പൂക്കൾ വെച്ച് സദ്യ ഉണ്ടാക്കി. കണ്ടോ? എല്ലാവർക്കും പിള്ളേർക്ക് ആദ്യമേ സദ്യ കൊടുക്കണമെന്നുള്ളതാണ്. കാരണന്മാരൊക്കെ വിളമ്പി കൊടുത്ത് അവരെയാണ് കഴിപ്പിക്കാറ്. പിന്നെ പിള്ളേർക്ക് ഒരു നിർബന്ധം, ഞാൻ ആദ്യം കഴിക്കണമെന്ന്. തന്നെ പ്രായമൊക്കെ ആയില്ല, കൊറോണ കാലമൊക്കെ അല്ലേ, എന്നാൽ പിന്നെ അവരുടെ ആഗ്രഹം നടന്നോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അപ്പോൾ ഇതേപോലെ അടിപൊളി വെറൈറ്റി വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അതെ, ഞങ്ങൾ വെച്ചേക്കുന്ന ഈ ടേബിൾ കണ്ടോ, അതിൽ കാണുന്ന സാധനം കണ്ടോ, അതിൻ്റെ വീഡിയോ തൊട്ട് കുറേ അടുത്ത എപ്പിസോഡിൽ വരുന്നുണ്ടാകും കേട്ടോ. പൂക്കള സദ്യ മാത്രമല്ല കേട്ടോ, കഴിഞ്ഞ എപ്പിസോഡ് ഞങ്ങൾ ഇതിലേക്കുന്ന സമുദ്ര സദ്യയാണ്. ഏകദേശം 15-ലേറെ കറികളുകൂടെ സീ ഫുഡ് മാത്രമുള്ള ഒരു സദ്യ. സീ ഫുഡ് മാത്രമുള്ളൊരു സദ്യയാണ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത്. ആ വീഡിയോ ആരെങ്കിലും കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക കേട്ടോ. അതെ, അപ്പം ഒരു പ്രാവശ്യം കൂടെ ഹാപ്പി ഓണം പറഞ്ഞുകൊണ്ട് ഇതേ വീഡിയോ നിർത്തുവാണേ. ഒരു പിടിയൊന്ന് പിടിക്കട്ടെ. സദ്യ എങ്ങനെ ഉണ്ടായിരുന്നപ്പാ? സദ്യ കേമൻ തന്നെ. പപ്പടമൊക്കെ പൊടിച്ച് പഴം പീച്ചി പപ്പടം കൂടെ ഒക്കെ മിക്സ് ചെയ്ത് ഒരു അരി അടിച്ചാണല്ലോ. ഗൈസ്, നമ്മുടെ അങ്ങനെ പൂക്കള സദ്യ നോക്കി, പൂക്കള സദ്യ ഇട്ടിരുന്ന സ്ഥലം കണ്ടോ നിങ്ങൾ, മൊത്തം തിന്ന് തീർത്തിരിക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ ഓണസദ്യ എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, എൻ്റെ പൊന്നെ ജസ്റ്റീൻസ്, ഓണസദ്യ എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ അതെ, അതിനകത്ത് നമ്മൾ ഫുഡ് മൊത്തം കംപ്ലീറ്റ് ആയിട്ട് കഴിച്ച് തീർക്കാന്നുള്ളതിലും ഒരു കാര്യമുണ്ട് കണ്ടോ. ഫുഡ് മൊത്തം കഴിച്ച് തീർന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പിയാണ് കേട്ടോ. ഒന്നും കൂടെ